വിദ്യാർത്ഥികളെ, നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ലൈക്ക് അഡിഷൻ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എലമെൻ്ററി ഓപ്പറേഷൻ ഓഫ് എ മെട്രിക്സ് അല്ലെങ്കിൽ ഓൺ എ മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ട്രാൻസ്പോസിനെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടോ എന്നുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മെട്രിക്സിനെ അതിൻ്റെ ഒരു സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒരു 3, 4, 6, 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം സം ഓഫ് എ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എ ഇസ് ഈക്വൽ ടു അല്ലേ. സോ ഇത് എ ആണ്. എ ട്രാൻസ്പോസ് എന്തായിരിക്കും ഉണ്ടാവുക? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 3, 4 നമ്മൾ നേരെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി മാറ്റി, സെക്കൻഡ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി മാറ്റിയിട്ടുണ്ട്. എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ ചെയ്തു. ഇനി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും ഉണ്ടാവുക? ഈ മെട്രിക്സും കൂടി ആഡ് ചെയ്താൽ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യപ്പെടും. 3 + 3 ദാറ്റ് ഈസ് 6, 4 + 6 ദാറ്റ് ഈസ് 10, 6 + 4 ദാറ്റ് ഇസ് അഗെയിൻ 10 ആൻഡ് 1 + 1 ദാറ്റ് ഈസ് 2 അല്ലേ. സിമിലർലി ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ ആയിരിക്കും? ഈ മെട്രിക്സിൽ നിന്ന് ഈ മെട്രിക്സിനെ സബ്ട്രാക്ട് ചെയ്യുക. സോ 3 - 3 ദാറ്റ് ഈസ് 0, 4 - 6 ദാറ്റ് ഈസ് -2, 6 - 4 ദാറ്റ് ഈസ് 2 ആൻഡ് 1 - 1 ദാറ്റ് ഈസ് 0. സോ ഇതൊരു സിമ്മട്രിക് മെട്രിക്സ്, ഇതൊരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെ കിട്ടുകയും ചെയ്യും. സോ ഈ രീതിയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ശ്രദ്ധിക്കാം, നമ്മൾ ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ ആ മെട്രിക്സും അല്ലെങ്കിൽ ഒരു മെട്രിക്സിനോട് മറ്റൊരു മെട്രിക്സും തമ്മിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു മെട്രിക്സിനോട് മറ്റൊരു മെട്രിക്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു മെട്രിക്സുമേൽ തന്നെയുള്ള ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടെണ്ണമായിരുന്നു. ഒന്ന് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, ഒരു നമ്പറിനെ കൊണ്ട് എനിക്കൊരു മെട്രിക്സിനെ മൾട്ടിപ്പിൾ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞതായിരുന്നു എന്ത്? ട്രാൻസ്പോസ്, ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുക്കാം എനിക്ക് അല്ലേ. ഇനി ഇത് രണ്ടുമല്ല, ഇത് മെട്രിക്സുമേൽ നടത്തുന്ന ഓപ്പറേഷൻസ് ആണ്. ഇനി മെട്രിക്സുമേൽ നടത്തുന്ന ഓപ്പറേഷൻസിന് പകരം എലമെന്റുമേൽ നടത്തുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെ എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനാണ് എലമെന്ററി ഓപ്പറേഷൻസ് എന്ന് പറയാം. എഴുതി വെക്കുക, എലമെന്ററി ഓപ്പറേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നും പറയാറുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓക്കെ, ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊക്കെ ഒരു മെട്രിക്സുമേൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു മെട്രിക്സും മറ്റൊരു മെട്രിക്സും തമ്മിലോ അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ മൊത്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സുമേൽ നടത്തുന്ന ഓപ്പറേഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് എലമെന്റുമേൽ നടത്തുന്ന ഓപ്പറേഷൻസ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ നോർമലി ശ്രദ്ധിക്കേണ്ടത് ഈ എലമെന്റുമേൽ നടത്താവുന്ന ഓപ്പറേഷൻസിനെ, അതായത് എലമെന്ററി ഓപ്പറേഷൻസ് നോർമലി 6 എണ്ണമാണ് പറയാം. ഓക്കെ, 6 എലമെന്ററി ഓപ്പറേഷൻസ് ആണുള്ളത്. ശ്രദ്ധിക്കുക, ദർ ആർ 6 എലമെന്ററി ഓപ്പറേഷൻസ്. അതിൽ 3 എണ്ണം കോളത്തുമേൽ നടത്താൻ പറ്റുന്നതും 3 എണ്ണം റോമേൽ നടത്താൻ പറ്റുന്നതുമായിരിക്കും. 3 എണ്ണം റോയിൽമേൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എലമെന്ററി ഓപ്പറേഷൻസും 3 എണ്ണം കോളത്തുമേലുള്ളതുമാണ്. ഓക്കെ, സോ ഏതാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ കാര്യം, ദ ഇന്റർചേഞ്ചിങ് ഓഫ് എനി 2 റോസ്. ഇന്റർചേഞ്ചിങ് ഓഫ് എനി 2 റോസ്. ഇന്റർചേഞ്ചിങ് ഓഫ് എനി 2 റോസ്. ഏത് 2 റോ വേണമെങ്കിലും എനിക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഞാൻ ഒരു 3x3 മെട്രിക്സ് എടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 3 5 6 7 9 4 3 2
ഓക്കെ, ഇത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ലെറ്റ് ഇറ്റ് ബി 3x3 മെട്രിക്സ്. ഈ മെട്രിക്സുമിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും 2 റോ വേണമെങ്കിൽ എനിക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ എന്നുള്ളതാണ് ഈ എലമെൻ്ററി ഓപ്പറേഷനിൽ പറയുന്നത്, ഒന്നാമത്തെ ഓപ്പറേഷനിൽ പറയുന്നത്. ഓക്കെ, സപ്പോസ് എനിക്ക് 2 റോ ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ith റോയും jth റോയുമാണ് ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ഡിനോട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ RI ഡബിൾ സൈഡ് ആരോ മാർക്ക് ഇന്റർചേഞ്ചസ് വിത്ത് RJ എന്നാണ് അത് റീഡ് ചെയ്യുക. RI ഇന്റർചേഞ്ചസ് വിത്ത് RJ. ഓക്കെ, 2 സൈഡിലേക്കും ആരോ മാർക്കുള്ള ഒരു സിമ്പിളാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിന്റെ ഫസ്റ്റ് റോയും തേർഡ് റോയും ആട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് ഫസ്റ്റ് റോ കൊണ്ടുപോയിട്ട് തേർഡ് റോ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് റോയിലും ഫസ്റ്റ് റോ കൊണ്ടുപോയിട്ട് എനിക്ക് തേർഡ് റോയിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ R1 ഇന്റർചേഞ്ചസ് വിത്ത് R3 എന്ന് കൊടുക്കാം. ഓക്കെ, R1 ഈ ഡബിൾ സൈഡ് ആരോ മാർക്ക് വിത്ത് R3. സോ R1ഉം R3ഉം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് വിൽ ബിക്കം എന്ത് ഹാപ്പൻ ചെയ്യും? 432 വരും ഒന്നാമത്തെ റോയില്, 432, 6, 7, 9. അതേപോലെ തന്നെ തേർഡ് റോ എന്ന് പറയുന്നത് 135 എന്ന് പറയുന്ന റോ വരും. സോ ഇതാണ് ഇന്റർചേഞ്ചിങ് ഓഫ് എനി 2 റോ എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക എനി 2 കോളം. ഓക്കെ, അതായത് റോന്റെ 3 ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. റോയിലുള്ള 3 എങ്ങനെയാണോ അത് തന്നെയാണ് കോളത്തിലുള്ള 3. ഓക്കെ, സോ റോൻ്റെത് എഴുതി എന്ത് ചെയ്താൽ മതി, കോളത്തിൻ്റെത് ജസ്റ്റ് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അത്രയും എഴുതുന്നത് കുറക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എലമെൻ്ററി ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റോൻ്റെ മൊത്തം എലമെൻറ്റിനെയും എനിക്കൊരു നമ്പർ കൊണ്ട് കോൺസ്റ്റൻറ്റിനോട്, നോൺ സീറോ കോൺസ്റ്റൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ വിത്ത് എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതി വെക്കുക. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എവറി എലമെൻറ്റ് ഓഫ് എ റോ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്. സീറോ അല്ലാത്ത ഒരു കോൺസ്റ്റൻറ്റിനോട് എനിക്കൊരു റോനെ മൊത്തമായിട്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. സിമിലർലി കോളത്തിൻ്റെ കേസിലും. ഓക്കെ, അപ്പോൾ റോൻ്റെ പറയുമ്പോൾ കോളത്തിൻ്റെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഏതെങ്കിലും ഒരു റോനെ മൊത്തമായിട്ട് എനിക്ക് ഒരു കോൺസ്റ്റൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ സെക്കൻഡ് റോനെ ഞാൻ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്, R2 ഒരു ആരോ മാർക്ക് R2 × 5. അതായത് ഇത് റീഡ് ചെയ്യൽ R2 ചേഞ്ചസ് ടു, R2നെ ഞാൻ ചേഞ്ച് ചെയ്യണം. ഡബിൾ സൈഡ് ഇല്ല, ഇന്റർചേഞ്ചിങ് അല്ല, വൺ സൈഡാ. R2നെ ചേഞ്ച് ചെയ്യാൻ പോവാ. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ബൈ മൾട്ടിപ്ലൈയിങ് 5 വിത്ത് R2. R2നെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ആ ഒരു ഓപ്പറേഷൻ ഇവിടെ ചെയ്യാണ് എങ്കിൽ, ഇത് ഒന്നാമത്തെ കേസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് ഞാൻ ചെയ്യുന്നത് R2 ചേഞ്ചസ് ടു R2 × 5. ഓക്കെ, R2നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബിക്കം, ഈ മെട്രിക്സ് ആണ് കേട്ടോ, ഈ മെട്രിക്സ് എന്തായിട്ട് മാറും? 1, 3, 5. അതായത് ഒന്നാമത്തെ റോക്ക് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ റോനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 5 × 6 ദാറ്റ് ഈസ് 30, 5 × 7 ദാറ്റ് ഈസ് 35, 5 × 9 ദാറ്റ് ഈസ് 45. ദ തേർഡ് റോ നോ ചേഞ്ച്, 4, 3, 2. ഓക്കെ, സോ ഒരു റോനെ മൊത്തം എലമെന്റിനെയും എനിക്കൊരു കോൺസ്റ്റന്റിനോട്, നോൺ സീറോ കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് എലമെന്ററി ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. കോളത്തിലും കൂടി പറയുമ്പോൾ ഇതിൽ റോലൊന്ന് കോളത്തിലൊന്ന്, അപ്പോൾ 2 ആയി. ഇതിലും റോലൊന്ന് കോളത്തിലും, അപ്പോൾ 4 എലമെന്ററി ഓപ്പറേഷൻസ് ആയി. 6ൽ 4 എണ്ണായി. ഓക്കെ, റോന്റെ മാത്രം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറി? പിന്നെ 3 എണ്ണത്തിൽ 2 എലമെന്ററി ഓപ്പറേഷൻ ആയി മാറി. സോ ക്ലിയർ ആണോ? ആദ്യത്തെ പറഞ്ഞത് ഏത് 2 റോ വേണമെങ്കിലും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു റോന്റെ മൊത്തം എലമെന്റിന് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തം എലമെന്റിന് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ, അതാണ് കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ. ഓക്കെ, അതായത് എനിക്ക് ഏതെങ്കിലും ഒരു റോനെ മറ്റൊരു റോന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിനോട് ആഡ് ചെയ്യാം. ഒരു റോനെ മറ്റൊരു റോന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിനോട് എനിക്ക് ആഡ് ചെയ്യാം. ദ സം ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ വിത്ത് ദ കറസ്പോണ്ടിങ് പ്രൊപ്പോർഷണൽ ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ എന്നാണ് പറയാം.
ഓക്കെ, അതായത് സം ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ, ഒരു റോന്റെ മൊത്തം എലമെന്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിന് കറസ്പോണ്ടിങ് ആയി മറ്റൊരു റോന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് ഒരു മൾട്ടിപ്പിളിനോട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഫസ്റ്റ് റോൻ്റെ കൂടെ തേർഡ് റോനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കുക, തേർഡ് റോനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് അത് ഫസ്റ്റ് റോനോട് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് റോനോടല്ലേ, സോ ഫസ്റ്റ് റോ അല്ലേ ചേഞ്ച് വരിക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, R1 ചേഞ്ചസ് ടു R1 പ്ലസ് 2 ടൈംസ് R3 എന്നാണ് വരിക. അതായത് R1 ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാ, ഫസ്റ്റ് റോ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നത്, R1നോട് 2 ടൈംസ് R3, R3നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യാണ്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, എന്നിട്ട് R1നോട് ആഡ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും പുതിയ R1 ഉണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ കഴിയുക? സോ മൂന്നാമത്തെ എലിമെന്ററി ഓപ്പറേഷൻ, സപ്പോസ് ഞാൻ ആ പറഞ്ഞ ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. R1 ചേഞ്ചസ് ടു R1 പ്ലസ് 2 R3. അതായത് R1നെ ഞാൻ ചേഞ്ച് ചെയ്യാണ്. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, R1ന്റെ കൂടെ 2 ടൈംസ് R3 ഞാൻ ആഡ് ചെയ്യുക. സോ ഈ 1ന് പകരം എന്ത് വരും, 1 പ്ലസ് 2 ഇൻറ്റു 4 വരും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1നോട് ആഡ് ചെയ്യുക. സോ 2 ഇൻറ്റു 4 8, 8 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിക്കം 9. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് 2 ഇൻറ്റു 3 6, 6 പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അഗെയിൻ 9. ആൻഡ് ദിസ് വൺ 2 ഇൻറ്റു 2 4, 4 പ്ലസ് 5 ദാറ്റ്സ് അഗെയിൻ 9. ദെൻ 6 7 9, 6 7 9 4 3 2. ഓക്കെ, സോ നോർമലി നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 എലമെന്ററി ഓപ്പറേഷൻസിനെ പറ്റി, 3 അല്ല 6 എണ്ണം ഉണ്ട്, 6 എലമെന്ററി ഓപ്പറേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ദ ഇന്റർചേഞ്ചിങ് ഓഫ് എനി 2 റോസ് ഓർ കോളംസ്. ഓക്കെ, 2 റോ തമ്മിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു റോനെ മൊത്തം നമുക്കൊരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പറഞ്ഞ എന്താ, ഒരു റോനെ മറ്റൊരു റോന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിനോട് ആഡ് ചെയ്യാം. ഒരു റോനെ മറ്റൊരു റോന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിനോട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനെ കറസ്പോണ്ടിങ് എലമെന്റിനോട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ മൾട്ടിപ്പിളിനോട് ആഡ് ചെയ്യാം. ഇതും ഒരിക്കലും ആഡീഷൻ നടക്കൂല. ഓക്കെ, ഇതാണ് 3 എലമെന്ററി ഓപ്പറേഷൻസ്. ശരി, ഒരു സംശയം വന്നേക്കാം, ഇതിപ്പോൾ എന്താ ഈ സാധനം പറയുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മെട്രിക്സിന് എന്താണ് ഹാപ്പൻ ചെയ്യുക? ഓക്കെ, മെട്രിക്സിൻ്റെ വാല്യൂ മാറുമോ, എന്താണ് ഹാപ്പൻ ചെയ്യുക എന്നുള്ള കാര്യം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ എലമെന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു വാല്യൂ ഇല്ല. അറിയാലോ, മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, ഒരു കൃത്യമായ വാല്യൂ അല്ല ഉള്ളത്. ഇനി ഒരു മെട്രിക്സിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരു എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മെട്രിക്സ് ഡിഫറൻ്റ് ആയി മാറും, അല്ലെങ്കിൽ മെട്രിക്സ് മറ്റൊരു മെട്രിക്സ് ആയി മാറും. ഒരിക്കലും ഈക്വൽ ടു എന്നിടരുത്. ഇതിനെ നമ്മൾ ഇതിലേതെങ്കിലും ഒരു എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് ഈസ് ഈക്വൽ ടു എന്ന് ഒരിക്കലും ഇടാൻ പറ്റൂല. കാരണം ഇതും ഈക്വൽ അല്ല. ഓക്കെ, എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, കാരണം എന്താ, ഇതിപ്പോൾ ഞാൻ R1നെ R1ഉം R3 തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഈ 2 മെട്രിക്സും ഈക്വൽ ആണോ? അല്ല. കാരണം ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിൽ നമ്മളിത് കൃത്യമായി പറയുന്നുണ്ട്. 2 മെട്രിക്സസ് ആർ സെഡ് ടു ബി ഈക്വൽ. എപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്, ദ കറസ്പോണ്ടിങ് എലമെന്റ് ഷുഡ് ബി സെയിം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ഇവിടെ ഫസ്റ്റ് എലമെന്റ് 4 ദേ ആർ നോട്ട് സെയിം, അല്ലെങ്കിൽ ദേ ആർ ഡിഫറെന്റ്. സോ ഈ 2 മെട്രിക്സും ഡിഫറെന്റ് ആണ്. ഓക്കെ, മെട്രിക്സ് വ്യത്യസ്തമായ മറ്റൊരു മെട്രിക്സ് ആകട്ടെ, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈക്വൽ ടു എന്നുള്ളത് നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ അടുത്ത സംശയമാണ്, എന്നാൽ പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് പിന്നെന്താ അർത്ഥമാക്കുന്നത്? അതായത് നമുക്ക് കുറേ മെട്രിക്സിന് ആപ്ലിക്കേഷനിൽ പെട്ട ഒരു കാര്യമാണ് ഈ എലമെന്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സിലെ കുറേ ആപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മുടെ സിലബസിലുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എലമെന്ററി ഓപ്പറേഷനിലൂടെ കാണുന്ന ഒരു വഴിയുണ്ട്. ഓക്കെ, രണ്ടാമത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ റാങ്ക് ഓഫ് എ മെട്രിക്സ്, റാങ്ക് കണ്ടുപിടിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊക്കെ ഈ എലമെന്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്യും. സോ ഈ എലമെന്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു തരികയാണ്, ദീസ് ആർ ദി എലമെന്ററി ഓപ്പറേഷൻസ്. നമ്മൾ ഈ സാധാരണ 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ, ഇനിയും കൺഫ്യൂഷൻ വരുന്നവരുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 3ഉം 4ഉം, ഈ 3ഉം 4ഉം തമ്മിൽ പോസിബിളായ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? എനിക്ക് ഈ 3നും 4നും ഇടയിൽ പ്ലസ് ഇടാം, വിൽ കോൾ ഇറ്റ് ആസ് അഡീഷൻ. അതുപോലെ മൈനസ് ഇടാം, സബ്ട്രാക്ഷനായി മാറും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഇടാം, ഡിവിഷൻ ഇടാം. എനിക്ക് വേണമെങ്കിൽ 3 raised to 4 എന്ന് എടുക്കാം. ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ.
അല്ലെങ്കിൽ ഒരു ക്യൂബ് റൂട്ട് ഓഫ് 4 എന്നാക്കാം. ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്. ഇവർ തമ്മിൽ ഇങ്ങനെ പോസിബിളായ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. എന്തിനെ ചെയ്യുന്നു എന്നുള്ളത് അതിനെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ കേസ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദീസ് ആർ ദി പോസിബിൾ ഓപ്പറേഷൻസ്. ശരിയല്ലേ? ഓക്കെ, പക്ഷെ ഒരിക്കലും നമുക്കറിയാം 3ഉം 4ഉം ഒരുമിച്ച് ചെയ്ത് 34 എന്ന് പറയുന്ന ഇതിന് ഒരു ഓപ്പറേഷൻ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. ഇതെന്തല്ല, ഇറ്റ്സ് നോട്ട് എൻ ഓപ്പറേഷൻ. അതും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 3 എഴുതി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 ഇങ്ങനെ എഴുതിയിട്ട് ഒരു പുതിയൊരു ഓപ്പറേഷൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, സോ ദർ ആർ സം പോസിബിൾ ഓപ്പറേഷൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ആൻഡ് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ എന്തുണ്ട്, പോസിബിൾ അല്ലാത്ത ഓപ്പറേഷൻസും ഉണ്ട്. സിമിലർലി മെട്രിക്സിൻ്റെ എലമെൻറ്റുകൾ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസും ഉണ്ട്, നടത്താൻ പറ്റാത്ത ഓപ്പറേഷൻസും ഉണ്ട്. നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസ് 3 എണ്ണം 6 എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നതാണ്. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് എനിക്കിപ്പോൾ ഈ ഒരു എലമെൻറ്റിനോട് മാത്രം ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, അതിന് എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് വിളിക്കൂല. ഓക്കെ, അത് പോസിബിൾ ഓപ്പറേഷൻ അല്ല. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം, ബാക്കിയൊന്നും ചെയ്യണ്ട. പോസിബിൾ ഓപ്പറേഷൻ അല്ല. ഓക്കെ, ഇത് പറഞ്ഞ പോലെ ദർ ആർ സം പോസിബിൾ ഓപ്പറേഷൻസ് ആൻഡ് ദർ ആർ സം ഇമ്പോസിബിൾ ഓപ്പറേഷൻസ് ഓൾസോ. സോ അതേപോലെ തന്നെ മെട്രിക്സിൻ്റെ കാര്യത്തിൽ എലമെൻറ്റുകൾ നമുക്ക് നടത്താൻ പറ്റുന്നതുണ്ട്, നടത്താൻ പറ്റാത്തതുണ്ട്. സോ നടത്താൻ പറ്റുന്ന എന്തിനാന്ന് വെച്ചാൽ അത് അതിൻ്റെ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണോ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? സോ ഇതാണ് 3 എലമെൻ്ററി ഓപ്പറേഷൻസ്. ഇത് വെച്ചിട്ടുള്ള കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ എലമെൻ്ററി ഓപ്പറേഷന് ശേഷം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ. അതായത് അതിന് ഇൻവേഴ്സ് ഉണ്ടാവാന്നർത്ഥം. ഇൻവേഴ്സ് ഉള്ള മെട്രിക്സിനാണ് നമ്മൾ എന്താ പറയുക, ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള 2 പ്രോപ്പർട്ടികളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 2 ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അതിൽ ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അഡീഷനാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളത് എഴുതി തന്നിട്ടുള്ളത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡൻറ്റിറ്റി എലമെൻ്റ് റിസൾട്ട് കിട്ടുക, അതായത് എ എന്ന് പറയുന്ന ഒരാളും ബി എന്ന് പറയുന്ന ഒരാളും തമ്മിൽ എന്താണോ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ നടത്തിയാൽ എനിക്ക് എന്ത് കിട്ടണം, ഐഡൻറ്റിറ്റി എലമെൻ്റ് റിസൾട്ട് കിട്ടണം. ശരിയല്ലേ? മെട്രിക്സിൻ്റെ അഡിഷനിൽ നമുക്കറിയായിരുന്നു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആരായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി മറിച്ച് നോക്കാം. ഐഡൻറ്റിറ്റി എലമെൻ്റ് ആരായിരുന്നു? 0 മെട്രിക്സ് ആയിരുന്നു. എന്തായിരുന്നു നമ്മൾ ഐഡൻറ്റിറ്റി എലമെന്റ് 0 മെട്രിക്സ് എന്ന് വിളിക്കാൻ കാരണം എന്തായിരുന്നു? എൻ്റെ കൂടെ 0 മെട്രിക്സിനെ ആഡ് ചെയ്താൽ ഒരിക്കലും എന്തുണ്ടാവില്ല, എഫക്റ്റ് ഉണ്ടാവില്ല. തിരിച്ചു മാട്ടും കെട്ടും പറയും. തൽക്കാലം 1 സൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു സൈഡ് മാത്രം എഴുതി വെക്കാം. അങ്ങോട്ടും പറയാൻ പറ്റും കേട്ടോ. a + 0 = a = 0 + a എന്നാണ് നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. സോ 0 ഈസ് ദി ഐഡൻറ്റിറ്റി അല്ലേ? എന്ത് ഐഡൻറ്റിറ്റി? അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്താ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അഡിഷനിലുള്ള ഐഡൻറ്റിറ്റി. ശരിയല്ലേ? അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മളൊരു ഐഡൻറ്റിറ്റി പറഞ്ഞല്ലോ, a × i = i × a അല്ലേ? അതായത് ഇവിടെ അഡിഷൻ 0നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റും വരില്ല എന്ന് പറഞ്ഞ പോലെ ഐനോട്, ഐഡൻറ്റിറ്റി മെട്രിക്സിനോട് മൾട്ടിപ്പിൾ ചെയ്താലും എന്ത് വരില്ല, ഒരു എഫക്റ്റും വരില്ല. ഇവൻ എന്തായിരുന്നു? ഇറ്റ്സ് ഓൾസോ ആൻ ഐഡൻറ്റിറ്റി അല്ലേ? ഇത് എന്ത് ഐഡൻറ്റിറ്റിയാണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ഇതെന്ത് ഐഡൻറ്റിറ്റി ആയിരുന്നു? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിരുന്നു. ശരിയല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പം ഇനി ഇൻവേഴ്സിനെ നമ്മൾ എങ്ങനെ പറയാം? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനോട് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആര് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെന്റ് റിസൾട്ട് കിട്ടണം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനോട് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ് റിസൾട്ട്. അഡീഷൻ നമ്മൾ ഐഡന്റിറ്റി പറഞ്ഞു, എങ്ങനെ ഓർമ്മ ഉണ്ടോ? a + - a = 0 എന്നാ പറഞ്ഞത്. എന്താ കാരണം? ഐഡന്റിറ്റി എലമെന്റ് 0 ആണ്, 0 റിസൾട്ട് കിട്ടണം. എനോട് ഒരാൾ അഡിഷൻ ചെയ്താൽ ഐഡന്റിറ്റി എലമെന്റ് ആയ 0 റിസൾട്ട് കിട്ടണം. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരാ മൾട്ടിപ്ലിക്കേഷനിൽ? ഐ. അപ്പോൾ 0 അല്ല റിസൾട്ട് കിട്ടേണ്ടത്, ഐ ആണ് റിസൾട്ട് കിട്ടേണ്ടത്. സോ എനോട് മറ്റൊരാൾ മൾട്ടിപ്പിൾ ചെയ്താൽ ഐഡന്റിറ്റി എലമെന്റ് റിസൾട്ട് കിട്ടുമ്പോൾ അവിടെ ഈ ബീനെ, അതായത് ഈ ബീനെയാണ് നമ്മൾ എന്താ പറയാ, ഇൻവേഴ്സ് ബി ഈസ് ദി
ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ എന്ന് നമ്മൾ പറയാം. ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സാണ്. അതായത് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി. ഇൻവേഴ്സിന് നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ട് കൊടുക്കുക, റേസ് ടു -1 എന്നുള്ളത്. ഓക്കെ, സോ എ ഇൻവേഴ്സ് ആണ് എന്ത് ബി എന്ന് പറയുന്നത്. തിരിച്ചും പറയലുണ്ട്, ബി എ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയും. അതായത് ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ എന്നും പറയലുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഇൻവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനോട് ഏതെങ്കിലും ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടുമെങ്കിൽ, ഇഫ് എ ബി ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു ബി എ, എ ബിയും ബി എയും ഐ കിട്ടുമെങ്കിൽ then we can say that B is the inverse of A, that is B is equal to A inverse. A ഇൻവേഴ്സ് ആണ് ആര് ബി ഉണ്ടാവുക എന്നർത്ഥം. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ആക്ച്വലി ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. പക്ഷെ മെട്രിക്സിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയണം നിർബന്ധമല്ല. മെട്രിക്സിൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, അഡീഷണൽ ഇൻവേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നേരത്തെ ഞാൻ കാണിച്ചു തന്നു. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പ്രോപ്പർട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡീഷൻ്റെ പ്രോപ്പർട്ടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതുപോലെ മൾട്ടിപ്ലിക്കേഷനിലും ഇൻവേഴ്സ് ഉണ്ട്. പക്ഷേ മൾട്ടിപ്ലിക്കേഷനിലെ ഇൻവേഴ്സിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഡിറ്റീവ് ആണ് സ്പെസിഫൈ ചെയ്യും. അഡിറ്റീവ് ആണ് കറക്റ്റായിട്ട് പറയും, എന്ത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ഐഡന്റിറ്റി എലമെന്റ്, സീറോയും ഐഡന്റിറ്റിയാണ്, ഐയും ഐഡന്റിറ്റിയാണ്. പക്ഷേ സീറോ അഡിറ്റീവ് ഐഡന്റിറ്റിയാണ്, ഐ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും മെട്രിക്സിലെ ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത് ഐനെയാണ്. ഓക്കെ, അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ്. അഡിറ്റീവ് ഐഡന്റിറ്റി ആണെങ്കിൽ സ്പെഷ്യലി നമ്മളോടൊന്ന് പറയും അഡിറ്റീവ് ഐഡന്റിറ്റി ആണെന്നുള്ള കാര്യം. സോ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. എന്താ ഐഡിയ എന്ന് മനസ്സിലായോ? എയും ബിയും കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഐ കിട്ടുമെങ്കിൽ ബീനെ നമ്മളെന്ത് വിളിക്കും? ഓക്കെ, ബീനെ നമ്മളെന്ത് വിളിക്കും? എൻ്റെ ഇൻവേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇൻവേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇൻവേർട്ടിബിൾ എന്ന് പറയണമെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു തിയറമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, inverse if exist it is unique. Okay, for a matrix A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. if exist inverse is unique. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫസ്റ്റ് കണ്ടീഷൻ, സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എയും ബിയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഐ കിട്ടണം. അത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അത് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ബി ഇൻറ്റു എ, ബി ക്രോസ് എ, സോറി ബി ഇൻറ്റു എ. എ ബിയും ബി എയും ഈക്വൽ ആവില്ലപ്പയാ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ബി ജനറലി എ ബി നോട്ട് ഈക്വൽ ടു ബി, എ ബി ബി ഐയും എന്താവില്ല ഈക്വൽ ആവില്ല. റയർ ചില കേസിൽ ഈക്വൽ ആകും. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഈക്വൽ ആവണമെങ്കിൽ എൻ്റെയും ബിൻ്റെയും ഓർഡർ എന്തായിരിക്കണം? ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്തായാലും n/something ആയിരിക്കണമല്ലോ. കാരണം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ മെട്രിക്സ് എ ബി പോസിബിൾ ആകുള്ളൂ. സോ ലെറ്റ് ഇറ്റ് ബി n/p. അങ്ങനെയാണെങ്കിൽ ഞാൻ ബി എ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ബി എന്ന് പറഞ്ഞാൽ n/p ആണ്, എ എന്ന് പറഞ്ഞാൽ എന്താ m/n ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഇത് രണ്ടും സെയിം ആയിരിക്കണം. അത് രണ്ടും സെയിം ആയിരിക്കണം, എന്നാലേ ബി എ പോസിബിൾ ആവുള്ളൂ. ശരി, അവ രണ്ടും സെയിം ആക്കി എന്ന് വിചാരിക്കുക. ഞാൻ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ പി എന്ന് കൊടുത്തു, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. പി ഈ എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് എടുത്തു? പി എടുത്തു. അപ്പോൾ ഈ സംശയം ഉണ്ടാവും, സ്ക്വയർ മെട്രിക്സ് ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, p/n n/p ആയ പോരെ. കാരണം p/n n/p ആകുമ്പോൾ എന്ത് ചെയ്യും? എ ബി പോസിബിളാണ്, എന്നും എന്നും ഈക്വലാണ്. ബി എ പറയുമ്പോഴോ n/pയും p/n അപ്പോഴും പോസിബിളാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇതിൻ്റെ റിസൾട്ട് എന്താ? എ ബിൻ്റെ റിസൾട്ട് എന്താ? എ ബിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് p/p അല്ലേ? ആൻഡ് ബി എൻ്റെ റിസൾട്ട് എന്താ? n/n ആ. നമ്മളോട് പറഞ്ഞെന്താ? എ ബി ഷുഡ് ബി ഈക്വൽ ടു ബി എ എന്നാ. സോ ഇത് p/pയും ഇത് n/n ഈക്വൽ ആവില്ലല്ലോ, ആവില്ല. ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇതും സെയിം ആയിരിക്കണം. സോ ചുരുക്കി പറഞ്ഞാൽ ഇതും സെയിം ആവാന്ന് പറഞ്ഞാൽ പിയും എന്നും സെയിം ആയിരിക്കണം. അപ്പോൾ ഇതെന്തായാലും മാറി n/n ആയി, ഇതെന്തായാലും മാറി n/n ആയി.
ഓക്കെ, കൺസെപ്റ്റിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നോർമലി നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് എ ബിയും ബി ഐയും ഈക്വൽ ആവണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം സ്ക്വയർ മെട്രിക്സുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കാര്യം, എല്ലാ സ്ക്വയർ മെട്രിക്സുകൾക്കും ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി എഴുതി വെച്ച് കൊടുത്ത് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതി വെച്ചിട്ടില്ല. കാരണം അത് എല്ലാവർക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഓക്കെ, എല്ലാ മെട്രിക്സിനും ഉണ്ടാവുന്ന ഒരു സാധനമല്ല എന്ത് ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം. സോ എന്തുകൊണ്ടുണ്ടാവില്ല, പിന്നെ ഇല്ലാത്ത കേസ് ഏതൊക്കെ നമുക്ക് വഴി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു തിയറമാണ്, എഴുതിയെടുക്കുക. ഇഫ് if exist inverse is unique. ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. ഓക്കെ, നീന്നുണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് എക്സാമിന് ചോദിക്കാറില്ല. ഓക്കെ, സാറിന് തിയറം പ്രൂഫ് ഒന്നും എക്സാമിന് ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, ഇത് തിയറമാണ്. ഓക്കെ, സപ്പോസ് നമ്മൾ പിന്നെ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സാധനത്തിനെ ഞാൻ പ്രൂവ് ചെയ്യുന്നുള്ളൂ. ഞാൻ എടുക്കുകയാണ്, ലെറ്റ് ഇൻവേഴ്സ് ഇസ് നോട്ട് യുണീക്ക്. ഇൻവേഴ്സ് എന്താണ്, യുണീക്ക് അല്ല എന്ന് എടുക്കുക, നോട്ട് യുണീക്ക്. ഇൻവേഴ്സ് യുണീക്ക് അല്ല എന്ന് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത്, ദാറ്റ് ഈസ് ലെറ്റ് ബി ആൻഡ് സി ആർ ദി ഇൻവേഴ്സ് ഓഫ് എ. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ ഇൻവേഴ്സ് ഉള്ളൂ എന്നാണ് അർത്ഥം. ഒരാൾ മാത്രം, ഒരാൾക്ക് ഒരൊറ്റ ഇൻവേഴ്സേ ഉണ്ടാവുള്ളൂ. ഞാൻ എടുക്കുകയാണ് ഈ എന്ത് ചെയ്യുക, പിന്നെ എക്ക് ഒരൊറ്റ ഇൻവേഴ്സ് അല്ല ഉള്ളത് എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ലെറ്റ് ബി ആൻഡ് സി ആർ ദി ഇൻവേഴ്സ് ഓഫ് എ. ബിയും സിയും രണ്ടാൾക്കാരുണ്ടെന്ന് വിചാരിക്കുകയാണ്, രണ്ടാളും എൻ്റെ ഇൻവേഴ്സ് ആണെന്നിരിക്കുക. According to this definition, that implies we can say that AB is equal to I is equal to BA. ശരിയല്ലേ? ഓക്കെ, ബി എൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ബിയും ബി ഐയും മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടണം, ഐ കിട്ടണം. ആൻഡ് സിമിലർലി if C is the inverse of A, we can say that AC is equal to I is equal to CA. ശരിയാണോ? ഓക്കെ, ബി എൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ബി is equal to I is equal to BA വരണം. സി എൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ AC is equal to I is equal to CA വരണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആക്ച്വലി ഇൻവേഴ്സ് യൂണീക്കാന്നല്ലേ കിട്ടണ്ടേ? ഇത് എന്ത് പ്രൂവ് ചെയ്ത് കൊടുത്താലേ ഇൻവേഴ്സ് യൂണീക്കാന്ന് കിട്ടുക? നമുക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടില്ലേ, അല്ലേ? രണ്ട് ഇൻവേഴ്സ് ഒരിക്കലും ഹാപ്പൻ ചെയ്യരുതല്ലോ. ഒന്നെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ കിട്ടണം, ഒരു മണ്ടത്തരം കിട്ടണം, അല്ലെങ്കിൽ എന്ത് ഹാപ്പൻ ചെയ്യണം, ഈ ബിയും സിയും ഈക്വലാണ് കിട്ടണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ തൽക്കാലം ബി എഴുതി വയ്ക്കുക. വി ക്യാൻ സേ ദാറ്റ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്നുള്ള സാധനത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ഐ എന്ന് എഴുതിയൂടെ, അല്ലേ? കാരണം ഐനോട് ബി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ഏതൊരു മെട്രിക്സിനെയും ഐ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഒന്നും എഫക്റ്റീവ് ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞേ. അതുകൊണ്ടല്ല ഐന് ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ പേര് വിളിച്ച്. സോ ബി നിങ്ങൾക്ക് ബി ഐ എന്ന് വിളിക്കാൻ പറ്റും. ഞാൻ ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്യാണ്, 2 യൂസ് ചെയ്തിട്ട് ഞാൻ എന്ന് വെച്ചാൽ ഈ ഐ എന്ന് പറയുന്ന സാധനം എ സിക്ക് ഈക്വൽ എന്ന് ഇവിടെ പറഞ്ഞ് ശ്രദ്ധിച്ചോങ്ങൾ, എ സി ഇസ് ഈക്വൽ ടു ഐ. ഞാൻ ഈ ഐക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, എ സി എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ, കാരണം എ സി ഐക്ക് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി എന്ന് കൊടുത്തു. ഇനി എ സി എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബി എ ഇൻറ്റു സി എന്നാക്കി മാറ്റി. ഇത് കിട്ടിയത് നമുക്ക് എവിടെ നിന്നാണ്, ഫ്രം ഇക്വേഷൻ നമ്പർ 2, സെക്കൻഡ് ഇക്വേഷൻ എന്നാണ് കിട്ടിയത്. ഇത് ഞാൻ ബി എ ഇൻറ്റു സി എന്നാക്കി മാറ്റി. ഇതൊന്ന് ഈ സ്റ്റെപ്പ് എത്തിയോ മനസ്സിലായോ? അസോസിയേറ്റീവ് ആണ്. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് എഴുതിച്ചിട്ടുണ്ട്. 3 ആൾക്കാർ ബിയും എയും സിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഏത് രണ്ടെണ്ണം മൾട്ടിപ്പിൾ ചെയ്താലും കണക്കാം. മീൻസ് ഓർഡറിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, എയും സിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, അതിനോട് റിസൾട്ടിനോട് ബി മൾട്ടിപ്പിൾ ചെയ്യുക, അല്ലെങ്കിൽ ബിയും എയും മൾട്ടിപ്പിൾ ചെയ്യുക, അതിൻ്റെ റിസൾട്ടിനോട് സി മൾട്ടിപ്പിൾ ചെയ്യുക. സോ അസോസിയേറ്റീവ് ലോ പ്രകാരം ഞാനിങ്ങനെ എഴുതി. വാട്ട് അബൌട്ട് ബി എ? ബി ഐ ഈസ് ഈക്വൽ ടു ഐ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രം ഇക്വേഷൻ നമ്പർ 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സി. ഓക്കെ, എവിടുന്ന്, ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1ൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബി എ ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ഐ സി? സി എന്ന് പറയുന്ന മെട്രിക്സിന് ഐ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് എന്താ കിട്ടുക, ദാറ്റ് ഈസ് എക്സാക്ട്ലി സി അല്ലേ? കാരണം ഐ കൊണ്ട് ആരെ മൾട്ടിപ്പിൾ ചെയ്തൊന്നും കാര്യമില്ല, എഫക്റ്റ് ചെയ്യൂല. സോ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താ കിട്ടിയത്, ദാറ്റ് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് എന്താ അസ്യൂം ചെയ്തിരുന്നത്,
ബിയും സിയും രണ്ട് ഇൻവേഴ്സ് ആണ് എൻ്റെ നമ്മൾ അസ്യൂം ചെയ്തു. പക്ഷെ നമുക്ക് കിട്ടിയ എന്താ? അങ്ങനെ രണ്ട് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണെന്നാ കിട്ടി. ഇഫ് ദർ ആർ ടു ഇൻവേഴ്സ് ഫോർ എ മെട്രിക്സ് എ, then they are equal. That means what? The inverse is unique. ഒറ്റ ആളേ ഉള്ളൂ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. So that means inverse is unique. That is inverse is unique. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ തിയറം ഒന്ന് എഴുതിയെടുക്കാം. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഇൻവേഴ്സ് യുണീക്ക് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ തിയറം ശ്രദ്ധിക്കാം. If A and B are two invertible matrices, okay, if A and B are two invertible matrices, then AB all inverse is equal to B inverse into A inverse. എയും ബിയും രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ് എന്ന് വിചാരിക്കുക. എന്താ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ് എന്നർത്ഥം. ഓക്കെ, രണ്ട് ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. എ ബി പ്രൊഡക്റ്റിൻ്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ട്രാൻസ്പോസിന് പ്രോപ്പർട്ടി പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എ ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ? അതായത് എ ബിക്ക് മൊത്തമായിട്ട് ട്രാൻസ്പോസ് കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷനിൽ ട്രാൻസ്പോസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യൽ എങ്ങനെയാണ്? റിവേഴ്സ് ഓർഡറിൽ ആദ്യം ഇയാൾക്ക് കൊടുക്കും, പിന്നെ ഇയാൾക്ക് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഇൻവേഴ്സും പറയുന്നത്. എ ബിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഇൻവേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ റിവേഴ്സ് ഓർഡറിലാണ് സെപ്പറേറ്റ് ചെയ്യുക. ആദ്യം ഇയാൾക്ക് കൊടുക്കും, പിന്നെ ഇയാൾക്ക് കൊടുക്കും. ദിസ് ഇസ് അനദർ തിയറം. സെക്കൻഡ് തിയറം നമ്പർ 2. ഓക്കെ, സോ ഈ ഒരു കാര്യം ഇതിൻ്റെ പ്രൂഫ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എ ബിൻ്റെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമുക്കറിയുന്ന കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് പ്രൂഫാണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. വി ഹാവ് എ ബിയും എ ബിൻ്റെ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? ഐ കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ, അതായത് എയും എ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ ഐ കിട്ടും. കാരണം അതല്ലേ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. എന്ത്? എ ബി ഈസ് ഈക്വൽ ടു ഐ എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ എന്ത്? ബി എന്ന് പറയുന്നത് എൻ്റെ ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞത്. എ ബി ഈസ് ഈക്വൽ ടു ഐ കിട്ടുമ്പോഴാണ് ബീനെ നമ്മൾ എ ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു മെട്രിക്സും മറ്റൊരു മെട്രിക്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഐ കിട്ടുമെങ്കിൽ അയാൾ എൻ്റെ ഇൻവേഴ്സാണ്. അതായത് എയും എ ഇൻവേഴ്സും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുക. അപ്പോൾ എ ബിയും എ ബിൻ്റെ ഇൻവേഴ്സും മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. അക്കാര്യത്തിൽ സംശയമല്ലല്ലോ? ഇല്ല. സോ ഇനി എനിക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ ബിനെ തട്ടിയാൽ മതി. എ ബിനെ തട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഇൻറ്റു എ ബിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ബൈ എ ബി ആക്കാൻ നമ്മുടെ കയ്യിൽ നിയമമല്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? മെട്രിക്സ് ഡിവിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. മെട്രിക്സിൻ്റെ ഡിവിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ എ ബി ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഐ ബൈ എ ബി എന്നാവും. നമ്മൾ സാധാരണ ഇക്വേഷനിൽ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയാലേ ഐ ബൈ എ ബി ആവും. ഐ മെട്രിക്സാ, എ ബി മെട്രിക്സാ. മെട്രിക്സ് ബൈ മെട്രിക്സ് നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ എ ബിനെ ഒഴിവാക്കണം. എ ബിനെ ഒഴിവാക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഡിവിഷൻ ആക്കല്ലാതെ വേറെ പരിപാടി ഉണ്ട്. ശ്രദ്ധിച്ചോളാം. എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എ ഇൻവേഴ്സിനോട് മൾട്ടിപ്പിൾ ചെയ്യാം. ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എ ഇൻവേഴ്സിനോട് മൾട്ടിപ്പിൾ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ ഇൻവേഴ്സ്. ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സിനോട് മൾട്ടിപ്പിൾ ചെയ്തു. എന്തിനാണ് ഈ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ കഷ്ടപ്പെട്ട് പറയണത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണോ മൾട്ടിപ്പിൾ ചെയ്യണത്? ഈ ഭാഗത്തും ലെഫ്റ്റ് സൈഡിലേ മൾട്ടിപ്പിൾ ചെയ്യാവൂ. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലാണോ മൾട്ടിപ്പിൾ ചെയ്യണത്? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തും റൈറ്റ് സൈഡിലേ മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഏത് സൈഡിൽ എന്ന് സ്പെസിഫൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ ഇൻവേഴ്സ്. സോ ഞാൻ രണ്ട് സ്ഥലത്തും ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സിനോട് മൾട്ടിപ്പിൾ ചെയ്തു. ഇവിടെ ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഓക്കെ, എ ഇൻവേഴ്സും എയും ബിയും കൂടി മൾട്ടിപ്പിൾ ചെയ്യല്ലേ? ഞാൻ എന്ത് ചെയ്തു? എ ഇൻവേഴ്സും
എയും മൾട്ടിപ്പിൾ ചെയ്തു, അതിൻ്റെ റിസൾട്ടിനോട് ബി മൾട്ടിപ്പിൾ ചെയ്തു, പിന്നെ പുറമെ ഒരു എ ബി ഓൾ ഇൻവേഴ്സ് അവിടെ ഉണ്ട്. സോ ദിസ് ഇസ് എ ഇൻവേഴ്സിൻ്റെ ഐ എന്താ? എ ഇൻവേഴ്സ് തന്നെ. കാരണം ഐനോട് ആര് മൾട്ടിപ്പിൾ ചെയ്താലും എഫക്റ്റ് ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വാട്ട് അബൌട്ട് എ ഇൻവേഴ്സിൻ്റെ? എ ഇൻവേഴ്സിൻ്റെ എന്താ? ഐ ആണ്. സോ ദിസ് ഇസ് ഐ ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്നായിട്ട് മാറി. വാട്ട് ഈസ് ഐ ബി? ഐ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ബി. ദാറ്റ് ഈസ് ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്നായിട്ട് മാറി. അപ്പോൾ നോക്കി ഞങ്ങൾ എ ഇൻവേഴ്സിന് ഈ എ ബിനെ ഒഴിവാക്കാനല്ല നമ്മൾ നിന്നേന്, അതിൽ എ പോയി കിട്ടിയില്ലേ? എ തട്ടില്ലേ? ഇനി ആര് തട്ടിയാൽ മതി? ബി തട്ടിയാൽ മതി. എ തട്ടിയ രീതി എന്താ നിങ്ങൾ മനസ്സിലായില്ലേ? എന്താ ചെയ്ത്? എ ഇൻവേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ എ ഇൻവേഴ്സും എയും കൂടി വരുമ്പോൾ ഐ ആയി മാറും. അപ്പോൾ എ പോയി കിട്ടും അല്ലേ? അതേപോലെ നമുക്ക് ബീനെയും തൊട്ടാം. എങ്ങനെയാ? എഗെയിൻ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ബി ഇൻവേഴ്സ്. ബി ഇൻവേഴ്സിനോട് ലെഫ്റ്റ് സൈഡിലോട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡിലും ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ കിട്ടുക? ഞങ്ങട്ടേക്ക് എഴുതി. ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇവിടെ ഞാൻ ബി ഇൻവേഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്തു, ലെഫ്റ്റ് സൈഡിലും ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലും ബി ഇൻവേഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി? ദിസ് ഇസ് ജസ്റ്റ് ഐ ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. വാട്ട് അബൌട്ട് ഐ ഇൻറ്റു ഒരു മെട്രിക്സ്? ഐ ഇൻറ്റു എനി മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ സെയിം മെട്രിക്സ്. ദാറ്റ് ഈസ് എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മളെത്തി. ദിസ് ഇസ് എ പ്രൂഫ് ഫോർ ദി തിയറം എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, എയും ബിയും ഇൻവെർട്ടിബിൾ ആണെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ഉള്ളൂ. കാരണം നമ്മൾ ബി ഇൻവേഴ്സിനോടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയണമല്ലോ. അതിനാണ് ആ കാര്യത്തിൽ. ഓക്കെ, ഈ തിയറും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക? ഇൻവേഴ്സിനെ യൂസ് ചെയ്തിട്ട് എ ഇൻവേഴ്സിൻ്റെ വരുമ്പോൾ ഐ വരുന്നതും ഐ ബി ഈക്വൽ ടു ബി വരുന്നതും അതൊക്കെ ഒന്ന് ശീലമാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ?